എനിക്ക് എന്തായാലും ഈ സിനിമ ഭയങ്കര വർക്കായി. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ പേജ് ടേണർ ആയിരുന്നു. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഞാൻ ഭയങ്കര സ്ലോ ആ സ്ക്രിപ്റ്റ് വായിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഞാൻ ഒരാഴ്ച പറയും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ആലോചിക്കും, എന്തിനാ അത്രയും സമയം എന്ന് ആലോചിക്കാം. ഇത്തിരി സ്ലോ ആണ്. ഇപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് വായിക്കണം എന്നൊക്കെ ഉണ്ട്, പലപ്പോഴും പറ്റാറില്ല. ഇത് ഞാൻ ഒറ്റ ഇരിപ്പിനാണ്. നിവിൻ ചേട്ടന്റെ കൂടെയാണ് അതിനകത്തൊരു സീനിയർ ആക്ടറായിട്ട് ഞാൻ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തത്. അപ്പം നിവിൻ ചേട്ടൻ്റെ കൂടെ ഞാൻ വൻ ഫാനാണ് നിവിൻ ചേട്ടൻ. അപ്പൊ ആ സമയത്ത് ഇപ്പോഴും അത് തട്ടത്തും പറയത്ത് തലയ്ക്ക് അങ്ങനെ പിടിച്ചിരിക്കുന്ന പോലത്തെ എനിക്ക് തട്ടമാട്ടോ. പ്രേമം ഒബ്വിയസ്ലി, പക്ഷെ തട്ടത്തുമരത്തിന് എവിടെ ഒരു എന്റെ തലയിൽ ഭയങ്കര ഒരു ആനന്ദിന്റെ സമയത്ത് എനിക്കൊരു സ്ക്രിപ്റ്റ് വായിച്ചാൽ എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ലായിരുന്നു. എനിക്ക് ഇത് ചെയ്യണോ വേണ്ടയോ, അതാ പറഞ്ഞത്. ഇടയ്ക്കൊരു സമയം ഉണ്ടായിരുന്നു വേറെ എന്തും ചെയ്യാമെന്ന് ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. നിഖിലിനുള്ളൊരു എന്താ പറയുക, ഒരു ഫ്രീ ഓപ്പൺ സ്പേസ് ആണ് സുരാജേട്ടൻ്റെ ക്യാരക്ടർ. ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഈ മടുത്ത് കിടക്കുന്ന ഒരാളോട് എനിക്കതൊക്കെ ഭയങ്കര ഈസിലി അവിടെ നിന്ന് ഇവിടെ നിന്ന് കണക്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ചില ഭാഗങ്ങൾ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് സിനിമ വേണമെന്ന് ആഗ്രഹം തോന്നിയത്. പുറത്തുനിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ല. കാരണം എനിക്കിപ്പോ ഇങ്ങനെ വന്നിരിക്കുന്നത് മുതൽ ഇപ്പം ചുമ്മാ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഭയങ്കര കോൺഷ്യസ് ആവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അറ്റൻഷൻ വരുമ്പോ ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. തോമസ് മാത്യു ആണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. തോമസ് മാത്യു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയത് ഈ ആനന്ദം സിനിമയിലെ അക്ഷയ് എന്ന തോമസ് മാത്യു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആരോ ഒരാളെ പോലെ തോന്നുന്നു. കാരണം ലുക്കിലും ഒക്കെ ആനന്ദം പറയുമ്പോൾ ഭയങ്കര ക്ലീൻ ഷേവ് ആയിട്ടൊരു ബോയ്, ഒരു ടീനേജർ ബോയ് എന്നുള്ളതിന് ഇപ്പോഴേക്ക് കുറച്ച് ഇയറിന്റെ ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ ഭയങ്കര ഭയങ്കര ചേഞ്ച് ഉണ്ട്. ഈ അടുത്തും അങ്ങനെ തന്നെ ആയിരുന്നു. ഈ സിനിമയിലും ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ഒരു സിനിമയിലൊക്കെ തന്നെയാണ്. താടിയില്ല, അക്ഷയാണ് നേരത്തെ. അതെ അതെ, ഞാൻ കൺവിൻസ് ചെയ്യേണ്ടി വന്നു ഡയറക്ടേഴ്സിനെ എനിക്ക് ഇപ്പോഴും അത് പറ്റും എന്നുള്ള രീതിയിൽ. വേണ്ടി വന്നു, ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. കാരണം ഇങ്ങനെ അവർ കണ്ടിട്ടുള്ളൂ തന്നെ. ഞാൻ ഈ പറഞ്ഞ പടങ്ങളിലൊക്കെ അതിന്റെ ഡയറക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ താടിയും മുടി നന്നായിട്ടും അങ്ങനെ വളർത്തി വേറൊരു ലുക്കായിരുന്നു. അപ്പൊ അവർക്ക് ആനന്ദത്തിലെ ആ ഒരു ഇതിലോട്ടൊന്നും പ്ലേസ് ചെയ്യാൻ ആലോചിക്കാൻ പറ്റണില്ല. ശരൺ ആനന്ദം കണ്ടിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പം അത് അക്ഷയേ ഇല്ല മനസ്സിൽ. ഈ പുതിയ സിനിമ ഉറപ്പായിട്ടും ഇപ്പോ ശരൺ വേണുഗോപാലിന്റെ നാരായണീന്റെ 3 ആൺമക്കൾ എന്നാണ്. ഇതിന് ടീസർ വിട്ടപ്പോ വലിയ രീതിയിൽ റിവീൽ ചെയ്തിട്ടില്ല. അതായത് ഭയങ്കര ഒളിച്ചിട്ട് അത്ര റിവീലേഷൻ ഇല്ലാത്തൊരു ടീസറാണ് വിട്ടത്. എനിക്ക് തോന്നുന്നു തോമസിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ കുറച്ചുകൂടെ ഈ ഒരു ക്യാരക്ടർ പോസ്റ്റർ വിട്ടുണ്ടായിരുന്നല്ലോ, ഗാർഗിയും തോമസും. അതിലായിരിക്കും കുറച്ചുകൂടെ ഒരു ക്യാരക്ടറൊക്കെ കുറച്ചുകൂടെ ഇൻസൈറ്റ് കിട്ടുന്നത്. എന്താണ് ഈ 3 ആൺമക്കൾ സിനിമയിൽ തോമസിന്റെ ക്യാരക്ടറും ഇതിലേക്ക് ശരണിലേക്ക് എത്തുന്നതൊക്കെ എങ്ങനെ? ശരണിലേക്ക് എത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറെ നാളായിട്ട് ഒരു സമയം ഉണ്ടായിരുന്നു, ഞാൻ എന്ത് സിനിമയും കിട്ടുന്നതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ പരക്കം പാഞ്ഞു ഓടുന്ന പോലത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. പോസ്റ്റ് ആനന്ദം. അപ്പോ ഇപ്പൊ ആനന്ദം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് സ്ക്രിപ്റ്റുകൾ വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ വരും, നമുക്ക് നോക്കി ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ എണ്ണം കുറഞ്ഞു, നാച്ചുറലി കുറയും, റെലവൻസ് കുറയും. അപ്പൊ അങ്ങനെ പിന്നെ വരാണ്ടായപ്പം ഒരു ഘട്ടം എത്തിയപ്പോഴും എനിക്ക് ഓടാൻ പറ്റിയ ചാൻസ് ചോദിച്ചു തുടങ്ങിയത് തന്നെ ഒരു സമയം കഴിഞ്ഞിട്ടാണ്. കാരണം ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ ആനന്ദത്തിലേക്ക് വരുന്നത് വളരെ കുറെ കോയിൻസിഡൻസുകൾ ഇങ്ങനെ ഒരുമിച്ചങ്ങ് വന്ന്, ഒരു കോയിൻസിഡൻസ് അല്ല, കുറെ എണ്ണം വന്ന് അങ്ങനെയാണ് ആനന്ദത്തിലേക്ക് ഇന്നാവുന്നത്. അപ്പം അന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ ഇനിയൊരു നടനാവണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു, isn't it too early to അങ്ങനെ ഒരു വലിയ തീരുമാനം എടുക്കാൻ. ഞാനന്ന് ഉള്ളതിൽ ഏറ്റവും ചെറുതെന്ന് വേണേ പറയാം. ടീമിലോ? ടീമിൽ. അപ്പം ബാക്കിയുള്ളവർ പറയുമായിരുന്നു, സംസാരത്തിലൊക്കെ വരുമായിരുന്നു. അപ്പം പക്ഷെ എനിക്കെന്തോ അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ഞാനത് എല്ലാവരോടും പറയാണ്ടായി. കാരണം ഉള്ളിൽ വെച്ചാൽ മതി എന്നുള്ളൊരു സാധനമായി. ഞാൻ വീട്ടിൽ മാത്രം പറഞ്ഞു. ഞാൻ കോളേജിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ മാത്രം, അവരുടെ ബസ് കയറ്റി വിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇനി നടനാവണം. പക്ഷെ പിന്നെയുള്ള ഒരു വർഷം കോളേജിൽ ഞാൻ ഒരവസ്ഥ ഇങ്ങനെ നീക്കി ദിവസം എണ്ണി അപ്പൊ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വിനീതേട്ടനെ എന്തോ ഒരു ഇതിൽ മെസ്സേജ് ചെയ്ത സമയത്ത് ഞാനിപ്പോ ഇനി ഇത്രയും ദിവസമേ ഉള്ളൂ കോളേജിൽ നിന്ന് എന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ വിനീതേട്ടൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ദിവസം എണ്ണുന്നുണ്ടല്ലേ എന്ന്. അങ്ങനെയാ തീർത്തേ കോളേജ്. പ്രത്യേകിച്ച് സിനിമ കഴിഞ്ഞിട്ടാട്ടോ. ഫസ്റ്റ് ഇയർ ഒക്കെ അടിപൊളിയായിട്ടായിരുന്നു കോളേജ് പോയത്. പക്ഷെ പിന്നെ അങ്ങനെ ഓക്കെ, ഞാൻ ചോദ്യത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങ് പോയി. അയ്യോ, നമ്മളെവിടെയായിരുന്നു? നമ്മുടെ ഈ സിനിമയിലേക്ക് ശരണിലേക്ക് എത്തുന്നതും. ശരണിലേക്ക് ഞാനിങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി വിചാരിച്ചു, ഇനി അങ്ങനെ എന്തും ചെയ്യുന്നില്ല, ഇത്രയും നാൾ ഓടിയിട്ട് ഇനി എന്തായാലും ഞാൻ നല്ലൊരു സിനിമയെ ചെയ്യുള്ളൂ. ആ നല്ല സിനിമ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കാണാൻ ആഗ്രഹമുള്ള, എനിക്ക് ഇഷ്ടമുള്ള,
അത് മതി, അതാണ് ബേസിക് ഒരു ക്രൈറ്റീരിയ വെച്ച്. ചിലപ്പോൾ വേറെ പലർക്കും പലതും വർക്ക് ആവണമെന്നില്ല. അപ്പൊ എനിക്ക് എന്തായാലും ഈ സിനിമ ഭയങ്കര വർക്കായി. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ പേജ് ടേണർ ആയിരുന്നു. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഞാൻ ഭയങ്കര സ്ലോ ആ സ്ക്രിപ്റ്റ് വായിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഞാൻ ഒരാഴ്ച പറയും. അപ്പോ അത് എല്ലാവരും ഒന്ന് ആലോചിക്കും, എന്തിനും അത്രയും സമയം എന്ന് ആലോചിക്കാം. ഇച്ചിരി സ്ലോ ആണ്. അപ്പൊ എനിക്ക് ഒറ്റയടിക്ക് വായിക്കണം എന്നൊക്കെ ഉണ്ട്, പലപ്പോഴും പറ്റാറില്ല. ഇത് ഞാൻ ഒറ്റ ഇരിപ്പിനാ വായിച്ചു തീർത്തു. അപ്പോൾ തന്നെ ഞാൻ ഇന്നായി പറഞ്ഞു. അഗൈൻ ഇതിനു മുന്നേ ഓഡിഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് വായിച്ച്. അപ്പം ശരണിന്റെ ഷോർട്ട് ഫിലിം കണ്ടു, ശരണായിട്ട് വർക്ക് ചെയ്യണമെന്ന് വല്ലാണ്ട് തോന്നി. ഞാനിപ്പോ ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ താടിയും മുടിയും ഒക്കെ ആയിട്ടുള്ള കോലായതുകൊണ്ട് നിഖിൽ എന്ന് പറഞ്ഞ ഇതിനകത്തുള്ള ക്യാരക്ടറിലേക്ക് ശരണ് ആലോചിക്കാൻ പറ്റുന്നില്ല. നിഖിൽ എന്നാണ് ക്യാരക്ടർ. അപ്പം ശരൺ ഇത് പറയുമ്പോഴും ഞാൻ അങ്ങോട്ട് പറയാ നമുക്ക് നോക്കാം, ശരണും ഓഡിഷൻ ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിലേ ഉള്ളൂ. ചെന്നു വന്നിട്ട് ശരണിന്റെ ഒരു DA ഉണ്ട് ആകാശ്, പിന്നെ അവിടുത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ശ്രീ, ഞങ്ങൾ മൂന്നുപേരും കൂടെ അവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഒരു ഹെയർ ഡ്രസ്റ്റിന്റെ അടുത്ത് പോയി താടിയൊക്കെ വെട്ടി എല്ലാം ചെയ്ത് കയ്യിൽ രോമൊക്കെ മൊത്തം കളഞ്ഞു. അത് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും കാണുമ്പോൾ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പലരും വിചാരിക്കാം അതിനിപ്പോ എന്താ ഇത്ര ചെറിയൊരു വ്യത്യാസം അല്ലേന്ന്. പക്ഷെ ചില ഫോട്ടോസ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. ഒന്ന് ബോഡി ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതാവും. അപ്പം അങ്ങനെ കൺവിൻസ് ചെയ്തെടുത്തു, നാരായണിയിലെത്തി. പിന്നെ ഇങ്ങനെ ഒഴുകി വന്നു. ഇപ്പൊ നമുക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതിലെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ജോയ് ചേട്ടൻ, സുരാജ് ചേട്ടൻ, അലൻസിയർ, ഈ 3 പേരുടെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആനന്ദത്തിലൊക്കെ ചെയ്യുമ്പോ അവിടെ ഒരു സെറ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും തുടക്കക്കാരെല്ലാവരും ഒന്നിച്ചു വരുന്നു, ഒരു സൗഹൃദ വലയം സൃഷ്ടിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടെ ഒരു ലൈറ്ററായിട്ട്, നിങ്ങളൊരു പ്രത്യേകിച്ച് സിനിമയുടെ ഒരു മൂഡും ഒരു ട്രാവൽ മൂഡാണ്, കുറച്ച് ലൈറ്ററായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സെറ്റാണ്. അവിടുന്ന് തീർത്തും വ്യത്യാസമായിട്ട് കുറച്ച് സീനിയർ ആക്ടേഴ്സുമായിട്ട് നിങ്ങൾ ഇടപഴകുന്നു, സിനിമയുടെ മൂഡ് തന്നെ മാറുന്നു, അങ്ങനത്തെ അവസ്ഥയുണ്ടോ? ഇതിൽ ഈ കോമ്പിനേഷൻ ഉള്ള ഈ ആക്ടേഴ്സിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഏത് രീതിയിലാണ്? മറ്റേ ആനന്ദവും ഇതും കൂടെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആനന്ദം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ ആ ഒരു സിനിമ അല്ലായിരുന്നു, അത് പറയുന്ന പോലെ സിനിമയല്ല. ഇപ്പൊ ഞങ്ങള് അതിനകത്തെ കോസ്റ്റ്യൂംസ് പോലും ഞങ്ങള് ലുലുവിൽ പോയിട്ടാണ് ഡയറക്ടറും DPയും ഞങ്ങൾ കാസ്റ്റും കൂടി പോയിട്ട്, ഇപ്പം അക്ഷയ്ക്കുള്ള ക്രൈറ്റീരിയ ഇന്ന രീതിയിലുള്ള ഡിസൈനിലുള്ള ഷർട്ട്സ് ആണ്, അല്ലെങ്കിൽ ഇന്ന തരം ഡ്രസ്സാ പുള്ളി ഇടുക എന്നുള്ളൊരു സ്കെച്ചസ് ഗണേശ് ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളാ പോയി ഷോപ്പ് ചെയ്യുന്നത്, ഞങ്ങൾ തപ്പുക. ഐ തോട്ട് വാസ് ബ്രില്യന്റ്, അടിപൊളിയാന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പോ അത്രയും ചിന്തിക്കാൻ തുടങ്ങും, അറിയാണ്ട് തന്നെ ചിന്തിക്കാൻ തുടങ്ങും. അക്ഷയ് ഇങ്ങനെ അറിയാണ്ട് ചിന്തിച്ചു തുടങ്ങും. അപ്പൊ ഭയങ്കര ബിഹൈൻഡ് ദ ഹെഡ് ചിന്ത ഇങ്ങനെ പോയി അങ്ങനെ പയ്യെ അങ്ങ് ഇന്നായി അങ്ങ് ഒഴുകി അങ്ങ് പോയ പോലെ. പക്ഷെ അഗൈൻ ലൈക്ക് ആനന്ദം ഇതിലും റിഹേഴ്സൽസ് പോലെയായിരുന്നു ഓഡിഷൻസ്. ചില ഓഡിഷൻസിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഇതുപോലെ റൂമിൽ വന്നിട്ട് ക്യാമറയിൽ നോക്കി മിണ്ടില്ല, അതായത് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അപ്പൊ തന്നെ നമ്മുടെ ഉള്ളിലെ പാതിശ്വാസങ്ങൾ. പിന്നെ എല്ലാം എനിക്ക് ഭയങ്കര പാടായിരുന്നു അങ്ങനത്തെ ഓഡിഷൻസ് ഒക്കെ ഒരു സമയത്ത്. പിന്നെ ചെയ്ത് ഈ ഓഡിഷൻസ് എൻജോയ് ചെയ്യാൻ തുടങ്ങി നമ്മളെവിടെയോ. അപ്പം ശരണിന്റെ ഓഡിഷൻ ഭയങ്കര രസമായിരുന്നു. അതായത് ആനന്ദം പോലെ അല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിൽ വർക്ക്ഷോപ്പ് പോലെയായിരുന്നു. ഞങ്ങളതിൽ വർക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അതായത് ശരിക്കും ഇവനെ കൊണ്ട് പറ്റുമെങ്കിൽ നമുക്കത് പിടിക്കാം എന്നുള്ളൊരു ആത്മാർത്ഥമായ ശ്രമം പോലെ, നമ്മുടെ ഒരു ഫുൾ കേപ്പബിലിറ്റി പുറത്തു കൊണ്ടുവരാന്നുള്ളൊരു അതാ, അത് അറ്റം വരെ പോവാന്നുള്ളത്. ഇപ്പം പലരും ഫസ്റ്റ് ഒരു സാധനം നോക്കിയിട്ട് ഇല്ല നമുക്ക് വേറെ പഠിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എന്നൊക്കെ ഉള്ളത്. ഇത് ശരിക്കും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ താടിയും ഇതൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ അങ്ങോട്ട് ഒരു പാലിട്ടു, ഇങ്ങോട്ടൊരു കാലിട്ടു എന്നൊക്കെ പറയുന്ന പോലെ, അതാ കൈ പിടിച്ചങ്ങ് പോകുന്ന പോലെയൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു അതില് ഇപ്പം നിവിൻ ചേട്ടന്റെ കൂടെയാണ് അതിനകത്തൊരു സീനിയർ ആക്ടറായിട്ട് ഞാൻ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തത്. ഇപ്പം നിവിൻ ചേട്ടൻ്റെ കൂടെ ഞാൻ വൻ ഫാനാണ് നിവിൻ ചേട്ടൻ. അപ്പൊ ആ സമയത്ത് ഇപ്പോഴും അതെ തട്ടത്തുമറയത്ത് തലയ്ക്ക് അങ്ങനെ പിടിച്ചിരിക്കുന്ന പോലത്തെ എനിക്ക് തട്ടമാട്ടോ. പ്രേമം ഒബ്വിയസ്ലി, പക്ഷെ തട്ടത്തുമറയത്തിന് എവിടെ എന്റെ തലയിൽ ഭയങ്കര ഒരു സ്പേസ്. അപ്പൊ ഞാൻ ഭയങ്കര നെർവസും. അതിനകത്തൊരു സീൻ ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ കയ്യിലൊരു ഗ്ലാസ്സിലൊരു ജ്യൂസും കൊണ്ട് ഞാനിങ്ങനെ നടന്നു വരും. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നിരിക്കുക. സെക്കൻഡ് ടേക്ക് പോകുമ്പോൾ ഇത് തട്ടി മറിഞ്ഞ് അവിടെ വീണു. അതവിടെ എന്റെ റിലേ പോയി. പിന്നെ എനിക്ക് ഡയലോഗൊന്നും വരണില്ല, കിളി പോയി. അപ്പം ഇത് കഴിഞ്ഞപ്പം നിവിൻ ചേട്ടൻ എനിക്ക് സ്പേസ് തരുന്നു, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തൊരു സ്ഥലത്ത് എത്തിക്കുന്നു. അടുത്ത ടേക്ക് കൈയടിയായിരുന്നു, പക്കയായി. അത് ഇപ്പോഴും ആ ഷോട്ട് കാണുമ്പോൾ എനിക്ക് ഹാപ്പിയാ. വർക്കാണ്, എനിക്ക് വർക്കാ എന്തായാലും. അപ്പൊ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് അവിടെ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പം ജോജു ചേട്ടൻ എല്ലാവർക്കും പറയാനുണ്ടെന്നു. ഇപ്പൊ ജോജു ചേട്ടനാണെങ്കിൽ ഇത്രയും നാള് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ ജോസഫ് ഒക്കെ കണ്ട സമയത്ത്, ആ സമയത്ത് ഇപ്പൊ ഞാൻ ജോജു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ജോസഫ് കാരണം ആ സമയത്ത് പത്മകുമാർ സാറായിട്ടൊരു സിനിമ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ അതിന്റെ ആ ഗ്യാപ്പില് സാറ് പെട്ടെന്ന് ജോസഫ് ഓണായി അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഞാൻ ആ സമയത്ത് ജോജേട്ടനെ വിളിച്ച് ഭയങ്കര ഇഷ്ടമായി പടം, ഭയങ്കര അവർക്കും ഭയങ്കര ഹാപ്പി ആയി തോന്നുന്നു. ഇങ്ങനെ ഒരാൾ കയറി വരുന്നത് എവരിബഡി ലവ്സ് ആൻ അണ്ടർഡോഗ് എന്ന് പറയുന്ന പോലെ. അപ്പം അഗൈൻ ജോജേട്ടനെ പിന്നെയും കാണുന്നു. ഇപ്പൊ ഇതിൽ കാണുമ്പോഴൊക്കെ ഭയങ്കര കുറെ കാര്യങ്ങൾ ഇങ്ങനെ പയ്യെ പയ്യെ കണക്ട് ആയി വരുന്ന ഒരു ഫീലാണ്. ഞാൻ ഈ പറഞ്ഞ കോയിൻസിഡൻസുകളുടെ ഒരു, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും പല ആൾക്കാരെയും നമ്മൾ മ്യൂച്വൽ ആയിട്ട് സംസാരിച്ചല്ലോ. അപ്പൊ അങ്ങനെ കണക്ട് ആയി ഓക്കെ. ഞാൻ പിന്നെയും വഴുതിപ്പോയി. ഓക്കെ. ഇത് ഈ ആനന്ദം 2016 റിലീസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിരന്തരമായി ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന ഒരു സാധനമാണ് ഈ ബ്രേക്ക് എന്നുള്ളൊരു സാധനം. ഇന്ന് തന്നെ ഒരു ഉറപ്പായിട്ടും രാവിലെ മുതൽ ചോദിക്കാൻ കേട്ടോണ്ടിരിക്കുന്ന ചോദ്യമായിരിക്കും. ഈ അടുത്ത് ഈ ഐഡന്റിറ്റി എന്നുള്ള സിനിമയിൽ അർച്ചന കവിയോട് ഈ സാധനം ചോദിച്ചിരുന്നത് ഒരു മീഡിയ പേഴ്സൺ ചോദിക്കുമ്പോൾ അർച്ചന കവി പറഞ്ഞ മറുപടി, ഈ ബ്രേക്ക് എടുക്കുന്ന കാര്യം ഒരു ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്ന മണ്ടത്തരമാണ്. കാരണം ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് സ്ക്രീനിൽ കാണാത്തൊരു ലൈഫ് അവർക്കുണ്ട്, അവരുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട്, അവരുടെ പല സ്ട്രഗിൾസും അവർക്കുണ്ട്. അല്ലാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യും, സോൾവ് ചെയ്യും ഒക്കെ ചെയ്തിട്ടാണ് ഈ കാലയളവ് പോകുന്നത്. പക്ഷെ നിങ്ങൾ, അതായത് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഓക്കെ, ഇയാളെ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന വർഷം ഒരു സിനിമയിൽ കണ്ടു, പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണല്ലോ സിനിമയിൽ കണ്ടു, ആ ബ്രേക്കാണ് നോക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആയിരിക്കില്ല, അത് ചോദിക്കുന്ന തന്നെ മണ്ടത്തരാണെന്നൊക്കെ പറഞ്ഞിട്ട് അർച്ചന കവി ഇങ്ങനെ കോട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഇപ്പോൾ തോമസിന്റെ ലൈഫിലൊക്കെ ഈ സമയം ഓക്കെ, പഠിത്തത്തിലോട്ട് വീണ്ടും കടക്കാമെന്നൊരു സമയം ഉണ്ടാവും, ഉറപ്പായിട്ട് സ്ട്രഗിൾസ് ഉണ്ടാവും. ഇപ്പോൾ ആക്ടർ ലൈഫ്, പ്രൊഫഷണൽ സ്ട്രഗിൾ ഉണ്ടാവും, ഇത് ഡീൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ 9 years ട്രാവൽ നോക്കുമ്പോൾ? ഭയങ്കര സ്മൂത്ത് ആയിരുന്നോ, അതോ ഈ പറയുന്ന പോലെ ഭയങ്കര സ്ട്രഗിളും പരിപാടികളും ഒക്കെ നിറഞ്ഞിട്ടാണ്? ഇല്ല, ട്രപ്സ് ആൻഡ് പീക്സ് എന്ന് പറയുന്ന പോലെ, ഹൈസ് ആൻഡ് ലോസ്, പൊങ്ങിത്താന്ന് അത് തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ ഒരു ഇന്റർവ്യൂല് എന്തോ പറഞ്ഞ് കണക്ട് ആയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പം ആനന്ദം അഗൈൻ ഇപ്പോഴും പലരും മെസ്സേജ് ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പം നേരിട്ട് കാണുമ്പോൾ ഒന്ന് സംസാരിക്കുന്നതൊക്കെ, ഇപ്പം ചിലര് വന്ന് സംസാരിക്കുന്നത് ഭയങ്കര ജെന്യൂനാണ്. അപ്പൊ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ കേട്ട് നിന്ന് അങ്ങനത്തെ ഉണ്ടല്ലോ. അപ്പൊ ഈ അടുത്തൊരു കുട്ടി വന്ന് തമിഴ്നാട്ടിൽ നിന്ന്, ഒരു കോയമ്പത്തൂരിൽ നിന്ന് ട്രിപ്പ് എന്തോ വന്നു. അപ്പൊ അവര് വന്ന് സംസാരിച്ചപ്പോ കാണാൻ കാത്തിരിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് ചില സമയത്ത് ഈഗോ ബൂസ്റ്റ് പോലെ. ഈ നമ്മൾ താന്നിരിക്കുമായിരിക്കും, പെട്ടെന്ന് പൊങ്ങാനുള്ളൊരു ഊർജ്ജം, അത്രേ ഉള്ളൂ, പിന്നെയും ഓടാന്ന് വിചാരിക്കുക. അപ്പം ഓട്ടം നിൽക്കാണ്ടിരിക്കാന്നുള്ളൊരു സാധനമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അല്ലാണ്ട് അപ്പൊ സ്ട്രഗിൾസ് കുറെ ഉണ്ട് പറയുകയാണെങ്കിൽ. ഞാൻ ഇടയ്ക്ക് ഒരുപാടുണ്ട്. അതാ ഈ 8 വർഷം എന്ന് പറയുന്ന ഒരു കാലയളവുണ്ടല്ലോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഫോട്ടോഷൂട്ട്സ് ഒന്നും അങ്ങനെ ചെയ്യുമെന്ന്. കാരണം ഞാൻ ആനന്ദത്തിന്റെ ഒക്കെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത് നോക്കിയപ്പം ഫോട്ടോസ് വന്നു. ബട്ട് എനിക്കത് വലിയ ഹൈ കിട്ടിയില്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല വന്നേ പോയെ, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ അതിൽ ഇപ്പൊ ഞാൻ വേറെ പല കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ വേറെ പല കാര്യങ്ങളിൽ ഞാൻ പയ്യെ വളരാൻ തുടങ്ങി. ഇപ്പം ആനന്ദിന്റെ സമയത്ത് എനിക്കൊരു സ്ക്രിപ്റ്റ് വായിച്ചാൽ എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ലായിരുന്നു. എനിക്ക് ഇത് ചെയ്യണോ വേണ്ടയോ, അതാ പറഞ്ഞത്. ഇടയ്ക്കൊരു സമയം ഉണ്ടായിരുന്നു, വേറെ എന്തും ചെയ്യാമെന്ന് ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരുന്നു, വരുന്ന എന്തും പിടിക്കാം. അപ്പൊ അത് ചിന്തിക്കാനുള്ളൊരു, അത് കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ സ്ക്രിപ്റ്റുകൾ വായിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് കിട്ടുവാണെങ്കിലും വായിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പയ്യെ എന്നിട്ട് ഈ ഇപ്പൊ ഞാൻ ചെയ്യാണ്ട് പോകുന്നതോ അല്ലെങ്കിൽ വായിക്കുന്ന സ്ക്രിപ്റ്റ് സിനിമയാകുമ്പോൾ ഞാൻ പോയി കാണും. അപ്പൊ ആ ഒരു എന്റേതായ ഒരു ജഡ്ജ്മെന്റ് എവിടെയോ ഫോമായി പയ്യെ ആട്ടോ. ഞാൻ ഭയങ്കര കോൺഷ്യസ്ലി എടുത്ത് എന്നാ നമുക്ക് ഇന്ന് വായിച്ചാളെ അത് പോയി കാണാം, അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ ഒരു ഗ്രാജുവലി അങ്ങ് നടന്നുപോയി. ദാറ്റ് ഹെൽപ്ഡ്. എന്നാലും ഈ ഇപ്പൊ ഭയങ്കര സെൽഫ് ഡൗട്ട് ഒക്കെ ഒരുപാട് ഉണ്ടാവാൻ സാഹചര്യമുണ്ട്. കാരണം ഇപ്പൊ നമ്മള് ഒരു വലിയ കാലയളവ് ഇപ്പൊ പഠിക്കാൻ പോകുമ്പോഴൊക്കെ വലിയ കാലയളവ് സിനിമ ചെയ്യാതിരിക്കുമ്പോ ആളുകൾ നമ്മുടെ ഫേസ് മറന്നു പോകുന്നൊക്കെ ഉള്ള ഒരു ചിന്തയും കൂടെ അതൊക്കെ മാറിക്കൊണ്ട് വരില്ല? അത് ഡെഫിനറ്റ്ലി ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അതുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ആക്ടേഴ്സ് അങ്ങനെ ഇൻസെക്യൂർ ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ കുറെ എത്ര ഹൈറ്റ്സിൽ എത്തിയാലും ഉള്ളിൽ എവിടെയോ ഇൻസെക്യൂരിറ്റീസ് വന്ന് ഇങ്ങനെ പ്രിക്ക് ചെയ്യും. അപ്പൊ അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ വന്ന് ആനന്ദോ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ ചെറിയ ഈഗോ ബൂസ്റ്റുകളുണ്ട്. പക്ഷെ അഗൈൻ എനിക്ക് തോന്നുന്നു ഇത്രയും സമയം കൊണ്ട് പല കുറെ നല്ല മനുഷ്യരിലൂടെ കടന്നു പോകാൻ പറ്റി. അപ്പൊ അവരുടെ അടുത്ത് നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന്, ഇപ്പൊ ഞാൻ അഗൈൻ വേറൊരു പറയായിരുന്നു. ഇപ്പം സുരാജ് ചേട്ടൻ ഇവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം ഒരു വഴി ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു നിന്നൊരു ഷോട്ടാ. അപ്പൊ അധികം സമയമില്ല, ലൈറ്റൊക്കെ. അപ്പം ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ട്രാഫിക്കും ഇടയ്ക്ക് വിടണം, ഇടയ്ക്ക് പിന്നെയും സ്റ്റോപ്പ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വെള്ളം അടിച്ചിട്ട് ഒരാൾ വന്ന് ഇച്ചിരി കച്ചറയായി. അപ്പൊ സുരാജ് ചേട്ടൻ അതിനെ ഡീൽ ചെയ്തത് അടിപൊളിയാണ്. എനിക്ക് അറിഞ്ഞൂടാ എനിക്കത് പറ്റുമെന്ന്. ഞാൻ ഭയങ്കര
പെട്ടെന്നൊന്നും ടെമ്പറമെന്റ് മാറാത്ത ഒരാളൊക്കെയാണ്, ഇത്തിരി ശാന്തനും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് പോകുന്നു. അങ്ങനെ അയാള് സുരാജ് ചേട്ടനെ ചീത്ത വിളിക്കുന്നു. അപ്പം അടിപൊളി. എനിക്കിപ്പം പെട്ടെന്നൊരു അങ്ങനത്തെ കുറെ കാര്യങ്ങളാന്ന് തോന്നുന്നു. ഞാനിപ്പം ഇപ്പൊ നമ്മള് അഭിനയം പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാളും ഐ തിങ്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങള്, ബിക്കോസ് ദേവ് ബിൻ ഇൻ എന്താ പറയാ, ഈ ഒരു പ്രാക്ടീസിൽ ദേവ് ബിൻ ഗോയിങ് ത്രൂ ഇറ്റ് കുറെ നാളായിട്ടല്ലേ. അപ്പൊ അവര് അക്വയർ ചെയ്തേക്കുന്ന ഇതൊക്കെയാന്ന് തോന്നുന്നു വേറെ കുറെ കാര്യങ്ങൾ, ഹൗ ടു ഹാൻഡിൽ. കാരണം അവിടെ വേറെ രീതിയിൽ ചെയ്താൽ അത് പിന്നെ നാളെ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ വേണേലും പോവാം. അങ്ങനെ കുറെ അഗൈൻ നമ്മൾ തിരിച്ചു നിഖിലിനെ കുറിച്ച് എന്താ, ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാ? ഇപ്പൊ ഇതില് ഒരു ഭയങ്കര ഗാർഗി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ വീടിന് ഭയങ്കര ഡാർക്ക് സീക്രട്സ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു, നിങ്ങളൊരു ടീനേജ് എന്നുള്ളൊരു വീടിന്റെ ഒരു ഫാന്റസി എന്നൊക്കെ പറയുന്ന രീതിയിലും കൂടെ ഏത് രീതിയിലാ ക്യാരക്ടറിനെ പറ്റി പറയാൻ പറ്റുന്നത്? നിഖില് ഇവര് യു കെയിലാണ്, നിഖിലും ഫാമിലിയും യു കെയിലാണ്. അതായത് സുരാജ് ചേട്ടനാണ് എന്റെ ഫാദറായിട്ട്, എന്റെ മദറായിട്ട് ഷെല്ലി ചെയ്യുന്ന നഫീസ എന്ന ക്യാരക്ടർ, ഭാസ്കറും നഫീസയാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞതോടെ ഇവർക്ക് നാട് വിടേണ്ടി വരികയാണ്. അപ്പൊ അത് കഴിഞ്ഞ് അവര് പിന്നെ അവിടെയാണ് ഒരു 15-20 വർഷം പുറത്താണ്. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ ഒരു കുഞ്ഞനീത്തിയുണ്ട്. അപ്പം കാശി എന്ന് ഞങ്ങൾ വിളിക്കും. ഇതില് തനു എന്നാണ് പേര്. അപ്പം ഞങ്ങള് തിരിച്ചു വരുന്നതാണ് നാട്ടിലേക്ക്. അവിടെയാണ് ഈ കഥ തുടങ്ങുന്നത് പറയുമ്പോൾ. പക്ഷെ ഇതിന് മുന്നേ ഉള്ളൊരു ട്രാവല് പറയുകയാണെങ്കിൽ നിഖില് ഇച്ചിരി ഡിപ്രസ്ഡ് ഒക്കെ ആയിട്ട് ഒരു പ്രണയ നൈരാശ്യം, അല്ലെങ്കിൽ ഇനി അത് മാത്രമല്ല, ഈവൻ വാട്ട് ഹി വാണ്ട്സ് ടു ഡു ഇൻ ലൈഫ് എല്ലാത്തിലും ഇച്ചിരി കൺഫ്യൂഷനും ആ ഒരു ടീനേജ് ആങ്സ്റ്റ് എന്നൊക്കെ പറയാം, എല്ലാം കൂടി ആകെ മടുത്ത ഒരു അവസ്ഥയിലാണ്. ബട്ട് ഇപ്പം നിഖിലിനുള്ളൊരു എന്താ പറയുക, ഒരു ഫ്രീ ഓപ്പൺ സ്പേസ് ആണ് സുരാജേട്ടൻ്റെ ക്യാരക്ടറായിട്ട്. ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ ഈ മടുത്ത് കിടക്കുന്ന ഒരാളോട് എനിക്കതൊക്കെ ഭയങ്കര ഈസിലി അവിടെ നിന്ന് ഇവിടെ നിന്ന് കണക്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്, അങ്ങനത്തെ ചില ഭാഗങ്ങൾ. അത് ഭയങ്കര രസമാണ്. അതായത് നിഖില് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ സുരാജേട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒപ്പിയെടുക്കുന്നു എന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പയ്യെ എന്നിൽ ഒരു ചെറിയ മാറ്റം വരുന്ന പോലെ നിഖിലിന്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ആർക്കുണ്ട്, ആ ക്യാരക്ടറിന് നല്ലൊരു ട്രാവൽ ഉണ്ട്. ഈ പടം തുടങ്ങുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും അതിനൊരു ചെറിയ ട്രാവൽ ആ ക്യാരക്ടറിന് പോകുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ മറ്റേ നമ്മള് കുറെ ഹ്യൂമൻ എക്സ്ചേഞ്ചുകളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ട്രാവൽ നടത്തുന്ന ഒരു ക്യാരക്ടർ നിഖിലിന്റെയാണ് പറയുമ്പോൾ. ബാക്കി എല്ലാവരും ഇങ്ങനെ ആ ഹ്യൂമൻ എക്സ്ചേഞ്ചസ് ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അതിന്റെ ഒരു റിപ്പിൾ എഫക്ട് അടുത്ത ആള് അങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ തട്ടി കളിക്കണ പോലെ. അപ്പം എനിക്കെന്തോ നിഖില് ഭയങ്കര, പിന്നെ ഹി വാണ്ട്സ് ടു ബി എ ഫിൽം മേക്കർ. അപ്പം ഐ തോട്ട് ദാറ്റ് വാസ് അഗൈൻ ഇത് ഇനി പയ്യെ ചെറിയ കുറെ കാര്യങ്ങൾ കൂടി ആടെ നിഖിലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു. എന്നാ എനിക്കിപ്പം ഈ പ്രായത്തിലൊക്കെ ആവുമ്പോഴത്തേക്കും നിഖിലായിട്ട് അങ്ങനെ കണക്ട് ആവുന്നില്ല. കുറച്ച് നാള് മുന്നേ മേ ബി ഐ മൈറ്റ് ഹാവ് ഗോൺ ത്രൂ സംതിങ് സിമിലർ എന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു സ്പേസിലാ. പിന്നെന്താ, ഞാൻ വേറെ വല്ലതും പറയാൻ മറക്കുന്നുണ്ടോ മറന്നുപോയോ? അത്രേ ഉള്ളൂ തോന്നുന്നു നിഖിലിനെ പറ്റി പറയാനാണെങ്കിൽ. ഈ സിനിമയും ഇപ്പോ നമ്മളെ ആനന്ദത്തിനെ പറ്റി സംസാരിക്കുന്നു, ഈ സിനിമ നാരായണീന്റെ മൂന്നാൺമക്കൾ സിനിമ സംസാരിക്കുന്നു, പോർ എന്നുള്ള സിനിമ വളരെ വ്യത്യസ്തമായ ലുക്കിൽ വരുന്നൊരു സിനിമ, അതൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് ഈ അലയാഴികൾ എന്ന് പറഞ്ഞ മ്യൂസിക് വീഡിയോ ഉണ്ടല്ലോ, അത് കപ്പ ഒറിജിനൽസില് നേഹ യാക്സൺ അവര് ചെയ്ത അത് എനിക്ക് ഭയങ്കര പേഴ്സണലി അത് ഭയങ്കര നല്ല വർക്കാണെന്ന് തോന്നിയ ഒരു വർക്കായിരുന്നു. കാരണം അതിലെ ഒരു സെറ്റിങ് ഭയങ്കര അടിപൊളിയാണ്. ചെമ്പിൽ അശോകൻ ചേട്ടൻ ആയിട്ടുള്ള ഒരു സീക്വൻസും അതിന് മൊത്തത്തിൽ ട്രാവലും കൂടെ നല്ലതാണ്. തോമസിന്റെ ലൈഫിലൊക്കെ ഏത് സാഹചര്യത്തിൽ ഈ ഒരു വർക്കൊക്കെ വരുന്നു? ഉറപ്പായിട്ട് ഒരു കോൺസ്റ്റന്റ് ഒരു ബൂസ്റ്റർ പോലെ ആയിരുന്നു ഈ വർക്ക്? ശരിക്കും പറഞ്ഞ പോറ് കഴിഞ്ഞിട്ടാണ് പറയും, പോറിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ് മുടിയൊക്കെ തിരിച്ച് മൊത്തം വളർന്നു വന്നിട്ട് പിന്നെ എടുക്കുന്നത്. എനിക്ക് ആ ട്രാക്ക് ഭയങ്കര വർക്കായി. ഈ മ്യൂസിക് വീഡിയോസും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റുകളൊന്നും വിടില്ല എന്ന് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം വരും അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോ വരും, എല്ലാം ഞാൻ എല്ലാത്തിൽ കൂടെയും കടന്നേ പോവുള്ളൂ. ഒന്നും ഞാൻ വേണ്ടാന്ന് വെക്കത്തില്ല, അൺലെസ് ആയി വായിച്ചു നോക്കാണ്ടോ കേട്ട് നോക്കാണ്ടോ വിടാറില്ല. അപ്പൊ ഞാൻ പല പാട്ടുകളും അയക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ മിക്സോ അല്ലെങ്കിൽ അതായിട്ട് കണക്റ്റഡ് ആയിട്ടോ അങ്ങനെയൊക്കെ ഇതുവരെ വന്നിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ട്രാക്ക്. പിന്നെ ആ ട്രാക്ക് ആയിരുന്നു മുഴുവൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആ ട്രാക്ക്. എപ്പോഴെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഇട്ട് നോക്കുക, അപ്പോഴാണ് അറിയാണ്ട് സ്പീഡ് വിടും.
അറിയാണ്ട് സ്പീഡ് കൂടും. അപ്പം എനിക്കെന്തോ ഭയങ്കര ഹൈ തന്ന പാട്ടാണ്. ഞാൻ ആ പാട്ട് കേട്ട ഉടനെ നമുക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു. പിന്നെ ചെയ്തു തുടങ്ങുമ്പോൾ കഥ ഇങ്ങനെ അല്ലായിരുന്നു. എൻ്റെ കുറച്ചും കൂടെ ഞാനൊരു ഗസ്റ്റ് റോള് പോലെ എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് തുടങ്ങി. പക്ഷെ അഗൈൻ പാട്ട് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ അങ്ങ് കൂടെ കൂടി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ടീമായി. പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്ന് വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റാ. അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും ഭയങ്കര പേഴ്സണലി ഭയങ്കര കണ്ടപ്പോ കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ എന്നിട്ട് കണ്ണൂരപ്പം തെയ്യം കാണാൻ പോകുന്നു. എന്റെ 2-3 ഫ്രണ്ട്സിനെയും കൂട്ടി ഞങ്ങൾ അവിടെ പോയി തെയ്യം കാണലാണ്. അപ്പൊ ഇതുകൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ജനറേഷണലായിട്ട് കൈമാറി വരുന്ന ഒരു സംഭവം. അപ്പം പക്ഷെ അതിലൊരു ക്യാരക്ടർ ആർക്ക് ഉണ്ടല്ലോ. ഇയാളുടെ ഒരു ആദ്യത്തെ തുടങ്ങുന്ന ഇയാളിൽ നിന്നാണ് പിന്നീട് ഇയാളുടെ ഒരു ബാക്ക് സ്റ്റോറിയിലോട്ട് പോകും. അതിലൊരു ആർക്ക് ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുള്ള ഒരു ആർക്ക് അല്ലേ. എനിക്കെന്തോ അവിടെ അതെ ഞങ്ങൾ കൊല്ലംകോട് ഷൂട്ട് ചെയ്യാൻ പോയപ്പോ ഞങ്ങളൊരു കാവിലാ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ചെന്ന് ഇറങ്ങുമ്പോ അവിടുത്തെ മനുഷ്യര് അവരെ ഈഗോസ്റ്റിന്റെ ഒക്കെ അങ്ങേത്തലമായിരുന്നു. അപ്പൊ ഞാൻ അത് ഭയങ്കര ഒരു എന്താ പറയാ, എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള പോലെ ആയിപ്പോയിരുന്നു കുറച്ചു നേരത്തേക്ക്. അപ്പം അഗൈൻ ഇതൊക്കെ ആഡിങ് ഫ്യൂവലാന്ന് തോന്നുന്നു. ഈ ആനന്ദത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ടീം എന്നുണ്ടല്ലോ, നിങ്ങൾ പുതിയ ആൾക്കാരുടെ ഒരു കൂട്ടം ടീം വന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നൊരു ഇതിൽ പലരും ഇൻഡിവിജ്വൽ ജേണി. ഇപ്പൊ ആ സിനിമ കഴിഞ്ഞ് അതിന്റെ സക്സസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇൻഡിവിജ്വൽ ജേണിയിലേക്ക്. ഇപ്പൊ വിശാഖിന്റെ ഇപ്പൊ ഐഡന്റിറ്റി ഫുട്ടേജിൽ വിശാഖ് വരുന്നു, അനാർക്കലി വരുന്നു, റോഷൻ, അന്നു ആന്റണി വേറൊരു ട്രാക്കിലോട്ട് പോകുന്നു, അങ്ങനെ അരുൺ കുര്യൻ ഇപ്പൊ മഞ്ഞുമെല്ല് ഇതാക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഭയങ്കര ടീമില് ഇൻഡിവിജ്വൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പടം. അതെ, സിദ്ധിയും ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ ജേണിക്ക് പോകുന്നത് നിങ്ങളുടെ ഒരു കോമൺ സ്റ്റാർട്ട് ആണല്ലോ. ഒരു സ്റ്റാർട്ട് നിങ്ങളുടെ ഒരേ ഒരു പ്രൊജക്റ്റിലാണല്ലോ. നിങ്ങളൊരു സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലയളവിൽ, ഈ 9 വർഷ കാലയളവിലൊക്കെ ഇത് ഭയങ്കര കണ്ടിന്യൂ ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പും അങ്ങനത്തെ സംഗതിയൊക്കെ ആയിട്ട് ഗ്രൂപ്പുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും വിളിക്കുന്ന കൂട്ടുകാരായിട്ടല്ല. പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് മീറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഈ അടുത്ത് അന്നുവിന്റെ സിസ്റ്ററിന്റെ വെഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോ വെഡിങ്ങുകൾക്കാണ് ഞങ്ങൾ കൂടുന്നതെന്ന് തമാശക്ക് പറയും. പക്ഷെ അല്ലാണ്ടും ഇപ്പം ആ ഒരു ഗണേശന്റെ വെഡിങ്ങിന്റെ സമയത്ത് അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കൂടുന്ന ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ പലപ്പോഴായിട്ട് കല്യാണങ്ങൾ ഉള്ളതുകൊണ്ട് പക്ഷെ രസാ. ഞങ്ങളിപ്പം കുറെ നാൾ കഴിഞ്ഞ് കൂടുമ്പം പിന്നെ ഇപ്പം എനിക്ക് വല്ലാണ്ട് ഞാൻ എന്താ പറയാ ഭയങ്കര സ്റ്റക്കായി പോയ ചില ടൈമിലൊക്കെ ഞാൻ ഇപ്പം റോഷനെയൊക്കെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ ഉണ്ട്. സൗഹൃദം അങ്ങനെ തന്നെ ഉണ്ട്. എവിടെയും പോയിട്ടൊന്നുമില്ല. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ഞാനൊക്കെ ഈ സ്കൂളൊക്കെ കഴിയുന്ന സമയത്താണ് ആനന്ദം റിലീസ് ആവുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് പുലിമുരുകന്റെ ാണ് ഇറങ്ങുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിചയമില്ലാത്ത ആക്ടേഴ്സ് വരുന്ന എങ്ങനെയാണ് പുലിമുരുകന്റെ കൂടെ പിടിച്ചിരിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഭയങ്കര ഹിറ്റായി മാറുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ എനിക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ ഈ ആനന്ദം കണ്ട് എഞ്ചിനീയറിംഗ് എടുക്കാൻ, ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്, ആനന്ദം കണ്ട് എഞ്ചിനീയറിംഗ് എടുക്കാൻ വന്ന ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. അത് ഭയങ്കര ട്രോളായിട്ടുണ്ട് ആ സംഗതി. കാരണം ആനന്ദം കണ്ടിട്ടോ ഇതാണ് എഞ്ചിനീയറിംഗ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് അല്ലെ. ഇപ്പൊ അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ ഇതില്. ഈ തിയേറ്ററിൽ ഭയങ്കര ഇതായി, പക്ഷെ OTT വരുമ്പോ ഭയങ്കര ക്രിഞ്ചാണ് എന്നൊക്കെ പറയുന്ന അക്ഷയ് യെസ് പറയാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് റിസീവിംഗ് പോയിന്റ് നമ്മൾ എടുക്കുമ്പോ അത്ര സുഖകരമായ ഒരു പരിപാടി അല്ലല്ലോ. ഇതൊക്കെ ആ ലാഘവത്തിൽ ആ ഒരു ഈസിനെസ്സിലാണോ എടുക്കുന്നത്? നിങ്ങൾ തമ്മിൽ കളിയാക്കുന്ന ഒരു അവസ്ഥകളും അങ്ങനെയൊക്കെ ആ ഒരു ലൈറ്റർ മൊമെന്റ് ആയിട്ട് തന്നെയാണോ എടുക്കുന്നത്? പിന്നെ അത്രേ ഉള്ളൂ. എനിക്കൊരു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ആ സമയത്ത് ഈ സ്റ്റിക്കർ, വാട്സ്ആപ്പ് സ്റ്റിക്കറിലൊക്കെ സ്ഥിരം ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും മുഖമൊക്കെ ഭയങ്കരമായിട്ട്. അല്ല, ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ സ്റ്റിക്കറുകൾ വേറെ ഫോട്ടോസ് വെച്ചിട്ട്. അപ്പൊ ഞാനിപ്പോഴും ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു. നിഖിലിന്റെ സ്റ്റിക്കറുകളുണ്ട്. പക്ഷെ ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ല എനിക്ക്. അല്ലാണ്ട് ഇപ്പം വേറെ ട്രോളുകൾ വേറെ പലതും അങ്ങനെ കൊണ്ടിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് ഇല്ല. ഈ പറഞ്ഞ ഈ സീൻ അതിന് ക്രിഞ്ച് അങ്ങനത്തെ ഒരു ട്രോളും ഇല്ല. തിയേറ്ററിൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ കോളേജിലും പോയി നേരിട്ടറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം പിന്നെ അത് OTT ഒരു വിഭാഗം അങ്ങനെ തോന്നുന്നോണ്ടൊന്നും എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. തിയേറ്ററിൽ ഹിറ്റ് ആയില്ലല്ലോ, തിയേറ്ററിൽ ഭയങ്കര സക്സസ് ആയി. അല്ല, ഇത് എല്ലാവർക്കും എല്ലാ പടവും ആവണം എന്നില്ലല്ലോ. അപ്പൊ എനിക്കിഷ്ടമുള്ള ഒരുപാട് പടങ്ങളൊന്നും ചിലപ്പോ തിയേറ്ററിൽ വർക്ക് ആയിട്ടില്ല. അല്ല, തിയേറ്ററില് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ദശരഥം തിയേറ്ററില് അല്ല, എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടം. അപ്പൊ
അങ്ങനത്തെ എന്തോരം പടങ്ങളുള്ള. അപ്പൊ അതുകൊണ്ട് അതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ പറയുന്ന 8 വർഷം കഴിഞ്ഞിട്ടും ആനന്ദം ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. എനിക്കിതിന് ഡയറക്റ്റ് ആൾക്കാർ വന്ന് ഇങ്ങോട്ട് പറയുമ്പോഴും അതും ബിഹൈൻഡ് ദ സീൻ ആയാലും നിങ്ങൾ സ്ക്രീനിലുള്ളവരുടെയും ഒരു ഭയങ്കര ലോഞ്ച് എന്നുള്ള രീതിയിൽ വൻ സ്റ്റാർട്ട് ആയിരുന്നു. ആ സമയത്താ പറയുമ്പോ കോളേജ് പ്രൊമോഷൻസ് ഒക്കെ പറയുമ്പോ തുടങ്ങി വെച്ചത് ഇവന്റ് ആയിട്ട് തുടങ്ങിയതാണ്. ഒരു ടെമ്പോയിൽ കയറുന്നു പോകുന്നു ഒരു അവസ്ഥയിലായിരിക്കും. അങ്ങനെ അതൊരു രസമായിരുന്നു ആ സമയം, ആലോചിക്കാനൊക്കെ രസം. പിന്നെ പറയുമ്പോ ഇടയ്ക്ക് ഒരു സമയം ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ ഈ പറഞ്ഞില്ലേ എന്തും കൈ കിട്ടുന്ന എന്തും ചെയ്യാം, സിനിമ ചെയ്യാം എന്നുള്ള രീതിയിൽ നടന്ന സമയത്ത് എനിക്ക് ആനന്ദം കാരണം പലതും നടക്കാത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ട് ഇത് റിവേഴ്സ് ആയ ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തോന്നിയിരുന്നു കുറച്ച് നാള്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അഗൈൻ ഇതൊക്കെ ജേർണിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും ഗണേശനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. ബട്ട് നൗ ഐ ആം ഇൻ എ ഗുഡ് സ്പേസ് എന്ന് തോന്നുന്നു. ഇൻ ടേംസ് ഓഫ് എനിക്ക് അറിയാമെന്ന് തോന്നുന്നു എനിക്ക് എന്താ ആഗ്രഹമുള്ളതെന്നൊക്കെ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. പണ്ട് അങ്ങനെ ഇല്ല. കാരണം സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് സിനിമ വേണമെന്ന് ആഗ്രഹം തോന്നി. പുറത്തുനിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ല. കാരണം എനിക്കിപ്പോ ഇങ്ങനെ വന്നിരിക്കുന്നത് മുതല് ഇപ്പം ചുമ്മാ പുറത്തിറങ്ങുമ്പോ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഭയങ്കര കോൺഷ്യസ് ആവുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ അറ്റൻഷൻ വരുമ്പോ ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഓടി വിളിക്കാൻ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇപ്പൊ കണ്ടിട്ട് നേരെ വന്ന് ഭയങ്കര സ്നേഹത്തോടെ പറയുമ്പോ പിന്നെ അതൊക്കെ പോയി, കോൺഷ്യസ് ഒക്കെ പോയി. പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് അങ്ങനെ വന്നു. പക്ഷെ അതല്ലാണ്ട് ഇപ്പൊ ചുമ്മാ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് ഇത് തന്നെയാണോ അവൻ എന്നുള്ള രീതിയിൽ നോക്കി തുടങ്ങുമ്പോ തന്നെ എനിക്ക് എന്റെ കിളി പോകും. അങ്ങനെ ഈ നേരത്തെ നിവിൻ ആയിട്ടുള്ള ഒരു സീൻ പറഞ്ഞല്ലോ, അപ്പൊ ഇതില് നിവിൻ ആനന്ദത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നില്ല, അത് ഭയങ്കര സർപ്രൈസ് ഫാക്ടർ ആയിട്ട് വെച്ചതായിരുന്നു. അതായത് നിവിൻ ഈ സിനിമയിൽ ഉണ്ട് തന്നെ മുന്നേ പറഞ്ഞിട്ടില്ല, ആനന്ദം വരുന്നതിന് മുന്നേ. അപ്പൊ ഇതില് ഇപ്പൊ എനിക്ക് ആ നിവിൻ വന്ന സീൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഒക്കെ വന്നപ്പോ എനിക്ക് ആ ടൈമിൽ തോന്നി, ഇത്രയും പിള്ളേരുണ്ടെങ്കിലും തോമസിനാണല്ലോ നിവിനായിട്ടുള്ള ഒരു കോമ്പിനേഷന് ഭാഗ്യം കിട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറിയിലുണ്ട്. ആ സീൻ കറക്റ്റ് ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് തോട്ട് പോയി, അത് ഓക്കെ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും തോമസിനാണല്ലോ ഈ കോമ്പിനേഷൻ എന്നുള്ള ഒരു ലക്ക് ഫാക്ടറും കൂടെയാണല്ലോ. ഇതൊക്കെ നിങ്ങളുടെ സെറ്റിലൊക്കെ സംസാരിച്ച സമയത്ത് എന്തായിരുന്നു ഫീലിംഗ്? തോമസിന് നിവിനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് എന്നൊക്കെ അറിയുന്ന ഒരു മൊമെന്റ്. അങ്ങനെ ഞാൻ ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം എനിക്ക് നിവിനെ കാണുന്ന സമയം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഭയങ്കര റെസ്പെക്ട് ഒക്കെ തോന്നുന്ന ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ പാടാം. ചെന്ന് ഇടിച്ചു കയറി കമ്പനി ആവാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം ഞാൻ ഭയങ്കര സൈലന്റ് ആവും. അപ്പം അവർക്ക് പക്ഷെ അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ നിവിൻ ഇങ്ങോട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര ഈസിലി സംസാരിക്കാനും കൂളായിട്ട്. പക്ഷെ ഞാൻ മറ്റേ ശ്വാസം പിടിച്ചു വെച്ച് അപ്പോ അതൊക്കെ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴേ ഐ കുഡ് ഹാവ് ഹാഡ് എ വെരി റെഗുലർ കോൺവെർസേഷൻ എന്ന് തോന്നും. ആൻഡ് ഹി വാസ് ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ഈസി ടു ടോക്ക് ടു ആണ്, എല്ലാം ചുറ്റും ഇങ്ങനെ നടക്കുന്നത് കാണാം. പക്ഷെ എനിക്ക് അങ്ങ് ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരെണ്ണൊക്കെ കാരണം ഐ കുഡന്റ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ഫ്രെയിം അല്ലേ വേറെ, ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടക്കണ്ണിട്ട് അപ്പം അതുമല്ല ഇടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പാർട്ടി ഉണ്ടോന്ന് ആദ്യത്തെ ഒബ്വിയസ്ലി. പക്ഷെ എനിക്ക് ആ സാധനമൊക്കെ ഇങ്ങനെ തലയില് അതായത് ഞാൻ പണ്ട് ദുബായിലെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, അവിടെ മാത്രമേ ഇത് പറഞ്ഞുള്ളൂ. കുറെ നാള് മുന്നേ, ആനന്ദത്തിനൊക്കെ വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അനീതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തട്ടത്തിമരത്തിലെ ഡയലോഗ്സ് പറഞ്ഞു നോക്കും. അപ്പൊ എനിക്ക് ഈ ഡയലോഗ്സ് ഒന്നും പഠിച്ച് പറഞ്ഞു നോക്കുമ്പോ കിട്ടില്ല, എല്ലാം തെറ്റും. അപ്പോ സംസാരത്തില് ഞാൻ ചുമ്മാ തമാശയായിട്ട് എന്തെങ്കിലും ഇതൊക്കെ നടന്നാലോ എന്നുള്ള രീതിയിൽ അനീതിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആനന്ദമൊക്കെ കഴിഞ്ഞ് ഈ സീൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതായത് കാരണം അന്നത് വോയിസ് റെക്കോർഡ് എന്തോ ചെയ്തു ഞങ്ങള് ഡയലോഗ് പറയുന്നത്. അതായത് മറ്റേ ഐഷ നടന്നു വരുന്ന തട്ടത്തിലെ ആ സീൻ അങ്ങനെ തന്നെ പറയാൻ നോക്കാം, എന്റെ എല്ലാം പാളിപ്പോവാ തെറ്റി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനും അനീതിയും പറയുന്ന ഒരു ഹൈ പോയിന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അഗൈൻ തിരിച്ചുവരാം. ഓക്കെ, ബാക്ക് ടു ഇതിലേക്ക് വന്ന ഒരു ഭയങ്കര ഫൈനൽ നോട്ടായിട്ട് തോമസിന് ഉറപ്പായിട്ടും ഈ നമ്മുടെ കരിയർ ബ്രേക്കിനെ പറ്റി സംസാരിക്കുന്നു, വീണ്ടും വരുന്ന പ്രോജക്ട്സിനെ എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നതിനൊക്കെ സംസാരിക്കുന്നല്ലോ. ആഫ്റ്റർ പോസ്റ്റ് ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രതീക്ഷ എന്നുള്ള ഒരു ഫൈനൽ നോട്ടായിട്ട് എന്താ പറയുന്നത്? അത് ഭയങ്കര പാടാല അങ്ങനെ പറയാം. അയ്യോ അതല്ല. ഈ അടുത്ത് ഞാൻ ആദ്യം കൊടുത്ത ഇന്റർവ്യൂ വന്നു. അപ്പൊ അതില്
എൻ്റെ അടുത്ത് ചോദിച്ചു മുന്നോട്ടുള്ള പ്രതീക്ഷ എന്താണ്. അപ്പോൾ എവിടെയോ അലോങ് ദ വേ ഞാൻ പ്രതീക്ഷകൾ ഒരുപാട് വെക്കാണ്ടായി. അത് പേടി കൊണ്ടൊന്നുമല്ല, പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചു പുള്ളി പേടി കൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പം അതുമല്ല, ഇപ്പൊ ഞാൻ പ്രതീക്ഷകൾ വെച്ച് കഴിയുമ്പോഴല്ലേ അത് എത്തിയില്ലെങ്കിലോ അല്ലെങ്കിൽ അതോ ഞാൻ അത്രയൊന്നും ആലോചിക്കണില്ല. ഞാൻ മറ്റേ പുട്ട് യുവർ ഹെഡ് ഡൗൺ ആൻഡ് വർക്ക് ഹാർഡ് എന്നുള്ളൊരു സാധനത്തിൽ അങ്ങ് ഓടുകയാണ്. അപ്പൊ നിക്കാൻ തോന്നുന്ന, ഇപ്പം നിഖില് ബെഡിൽ ഇങ്ങനെ കിടന്ന് ഒരു ബൊറീറ്റോ പോലെ ഇങ്ങനെ പതപ്പിന്റെ ഇളയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഭാസ്കരൻ വന്ന് ചോദിച്ച് അവനെ പയ്യെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മടുത്ത്, അതായത് രാവിലെ മുതൽ കിടപ്പാണോ എന്ന് ചോദിക്കുന്ന പോലെ പാരഫ്രൈസ് ചെയ്യുക, പക്ഷെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിഖിൽ ഉടനെയുള്ള റെസ്പോൺസ് ഇല്ല, ഞാൻ ലഞ്ച് കഴിച്ചപ്പോ ഒന്ന് കിടന്നേ ഉള്ളൂ. ഇതുപോലത്തെ ഒക്കെ ഒരു എന്താ പറയാ, കട്ടായി പോയി. ഇല്ല കുഴപ്പമില്ല. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞേ. അതായത് നമ്മൾ സംസാരിച്ച ഇതിന്റെ പ്രതീക്ഷകളും എങ്ങനെയാണ് പ്രതീക്ഷകളെ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ നിഖിൽ ആ നിന്ന സാധനം എന്ന് പറഞ്ഞത്, അപ്പൊ അങ്ങനെ ഇരുന്ന് പോരുതെന്നുണ്ടായിരുന്നു എനിക്ക്. അതായത് തിരിച്ചിട്ടി. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് പോരുത്, നിക്കാണ്ട് ഓടിയാ എത്തും എന്നുള്ളൊരു സാധനം എന്തോ തലയിലങ്ങ് ഉറപ്പിച്ചു. അതായത് പേഴ്സണലി നോക്കുകയാണെങ്കിൽ, പേഴ്സണലി ഈ ക്യാരക്ടറിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ, പേഴ്സണലി തോമസ് പേഴ്സണലി ഈ ക്യാരക്ടറിലേക്കുള്ള ഒരു കണക്ടിങ് പോയിന്റ് പോലെ വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ ഞാൻ എന്റെ ഇതിലും അങ്ങനെ ആലോചിച്ചു. അതായത് ഞാൻ ഇരുന്ന് പോരുത്, ഓടണം. ഇന്ന് ഇപ്പൊ ഒരു റിജക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നില്ല, ചിലപ്പോ നാളെ ഷൂട്ട് തുടങ്ങുന്ന വിചാരിച്ച് ഇന്ന് നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ 8 വർഷത്തെ കുറെ കോമഡികളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഞാനിരുന്ന് എഴുതേണ്ടി വരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഇടയിൽ ഈ പറയുന്ന പോലെ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് അനങ്ങ് മൊമെന്റം അത്രേ ഉള്ളൂ. ഇരുന്ന് പോയാൽ പിന്നെ പാടാന്ന് തോന്നിയിരുന്നു, കാരണം ഞാൻ ചിലപ്പോ അങ്ങനെ അങ്ങ് പോകും. അപ്പൊ അത്രേ ഉള്ളൂ, പ്രതീക്ഷയില്ല. എനിക്ക് ആകെ ആഗ്രഹമുള്ളത്, ഇപ്പം ആനന്ദം കണ്ടിട്ട് പലരും പറയുന്നത്, പലർക്കും ആ പടം ഇഷ്ടമല്ലാന്ന് മുഖത്തോക്കിയും അക്ഷയ് ഒട്ടും വർക്കായില്ല എന്നും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ ഇതിനകത്തും നിഖിലിനെ കാണണം, കണ്ടിട്ട് എന്നെ അറിയിക്കണം എന്നുണ്ടെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളായിട്ടുള്ള എന്റെ ഡിസിഷൻസും ചോയ്സസും ചെയ്യേണ്ടെന്ന് വെച്ചതും ചെയ്തതും എല്ലാത്തിന്റെയും ഒരു കൾമിനേഷൻ പോയിന്റ്, കൾമിനേഷൻ വിളിക്കാൻ തോന്നണല്ലോ, അതാണ് പോട്ടെ തുടരട്ടെ എന്നുള്ളൊരു സാധനമാണ്. അപ്പം എത്തി നിൽക്കുന്ന എവിടെയാ. അപ്പം ഇതൊന്നും അറിഞ്ഞിട്ട് വേണം ഇനി അടുത്ത് ഞാൻ എങ്ങനെ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് ആണോ അതോ ഇങ്ങനെയൊക്കെ തന്നെയാണോ പോണ്ടേന്നൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് വായിച്ച് പയ്യെ എനിക്ക് അതിനൊരു ജഡ്ജ്മെന്റ് കിട്ടി തുടങ്ങി. അപ്പൊ അതേപോലെ ഇതിലും ഒരു ശരിയായോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് തന്നെ കിട്ടുക. ഞാൻ ഒരു ലേണിംഗ് പ്രോസസ് എന്നുള്ള രീതിയിൽ ത്രൂ ഔട്ട് അതാണല്ലോ എല്ലാത്തിലും എനിക്ക് അതാ തോന്നുന്നു. പല കാര്യത്തെ പറ്റിയുള്ള പെർസെപ്ഷൻസ് ഒക്കെ അന്നുള്ളതല്ലെന്ന്. അപ്പൊ അങ്ങനെ മാറി മറിഞ്ഞു വരുന്നു. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. തോമസിന്റെ ലൈഫും ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ, മൂവ് ഓൺ ചെയ്തിരിക്കട്ടെ, പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.